മൂന്ന് തരത്തിലുള്ള ഡിവൈസ് ആണെന്ന് തോന്നും, പക്ഷേ മൂന്നും ഒരേ സാധനമാണ്. അപ്പോൾ ഈ കാണുന്ന മൂന്നും വൈഫൈ മൊഡ്യൂൾസ് ആണ്. ആർഡിനോ, റാസ്ബെറി പൈ അതിലൊക്കെ ഉപയോഗിക്കാവുന്ന IoT പ്രോജക്ട്സുകൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന വൈഫൈ മൊഡ്യൂൾസ് ആണ്. മൈക്രോ കൺട്രോളേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രോജക്റ്റുകൾ, അതിൻ്റെ പ്രോജക്റ്റ് അത് ഡിവൈസിനെ നമുക്ക് വൈഫൈ വഴി നമുക്ക് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന മൊഡ്യൂളുകളാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ലീഡുകൾ കാണാം. ഇത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യും. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു ഡെവലപ്മെൻറ്റ് ബോർഡിൽ ഇത് പ്ലഗ് ഇൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്ലഗ് ഇൻ ചെയ്ത് വെക്കുക. അപ്പോൾ അതിലേക്കുള്ള കൺട്രോളിങ് സിഗ്നലും മറ്റ് ഇത് പവർ കിട്ടുമ്പോൾ അത് ആക്ടിവേറ്റ് ആവും. അത് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കണക്ഷൻ വഴി നമുക്ക് ആ ആർഡിനോ വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിന്, അതിപ്പോൾ റോബോട്ടാണോ ഇനി അതല്ല ഒരു ഹോം ഓട്ടോമേഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷനാണോ, അതിനെ നമുക്ക് റിമോട്ട്ലി ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. വളരെ ലോ കോസ്റ്റ് ആണ് സംഭവം. അപ്പം വളരെ വൈഡായിട്ട് ഒരുവിധം എല്ലാ പ്രോജക്റ്റിലും നമുക്ക് വളരെയധികം ഉൾപ്പെടുത്താൻ പറ്റും. വളരെ ലോ കോസ്റ്റ് ആണ്. ഒരു നമ്മളെ ഇന്ത്യൻ മണി വെച്ചിട്ട് ഒരു 100 സംതിങ്ങിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമുക്കിവിടെ ഡയറക്റ്റ് വൈഫൈ മൊഡ്യൂൾ. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മൊഡ്യൂളും വളരെ ചീപ്പായിട്ട് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു മൊഡ്യൂൾ ഉപയോഗിച്ച ഒരു ഡെവലപ്മെൻറ്റ് ബോർഡ് നമ്മൾ മുൻപ് പരിചയപ്പെടുത്തിയിരുന്നു. അത് ഞാനിവിടെ കൊടുക്കാം. അതുകൂടാതെ ബോർഡുകളുടെയും ഡീറ്റെയിൽസ്, കുറച്ച് സെൻസേഴ്സിൻ്റെ കാര്യങ്ങൾ ഇവിടെ എൻ്റെ സ്ക്രീനിലുണ്ട്, കണ്ടു നോക്കൂ.